സർക്കാരുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളിൽ 2 എണ്ണവും അംഗീകരിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി. സമരം തുടരുമെന്നും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച് സർക്കാർ നിലപാട് അറിയിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും CJP വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയാകാമെന്ന് സർക്കാർ അറിയിച്ചുവെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച ശേഷം മാത്രം ചർച്ച ചെയ്യാമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും പ്രക്ഷോഭം ശക്തമാക്കുകയാണ്. കോക്രോച്ച് പാർട്ടി വക്താക്കളുമായി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് ചർച്ച നടത്തി. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് സമീപം VP ഹൗസിൽ നടന്ന ചർച്ചയിൽ മുൻപോട്ട് വെച്ച 3 ആവശ്യങ്ങളിൽ 2 എണ്ണത്തിലും സർക്കാർ അനുകൂല നിലപാടെടുത്തതായി CJP വക്താക്കൾ അറിയിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച നിലപാട് സർക്കാർ നാളെ അറിയിക്കുമെന്നും അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും CJP വ്യക്തമാക്കി. धर्मेंद्र प्रधान का इस्तीफा या बर्खास्ती नहीं मिली तो ये प्रदर्शन और व्यापक होंगे और जल्द ही कॉकरोच जनता पार्टी को एक और नेशनल कॉल देना होगा. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം, വിദ്യാർത്ഥികൾക്കെതിരായ FIRകളും നിയമ നടപടികളും പിൻവലിക്കുക എന്നീ 2 ആവശ്യങ്ങളാണ് സർക്കാർ അംഗീകരിച്ചത്. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ചർച്ച ചെയ്യാമെന്ന് സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ആവർത്തിച്ചെങ്കിലും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. जिस नीट की परीक्षा को लेकर चर्चा के लिए तैयार है तो आप उस चर्चा के लिए बिल्कुल सरकार की तरफ से अगर चर्चा की और सीट में आप अपनी सीट पे जाए, मैं राहुल जी को अलाउ करूँगा. പാർലമെന്റ് കവാടത്തിലും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധം നടത്തി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷം കടുംപിടുത്തം പിടിക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചുകൊണ്ട് കോക്രോച്ച് പാർട്ടിയുടെ സമരത്തെ അനുനയിപ്പിക്കാനാണ് സർക്കാർ ശ്രമം. ജന്തർ മന്ദിറിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്.